നമസ്കാരം. ഇവിടുത്തെ കുട്ടികൾ എപ്പോഴും പറയും അനന്തപുർ വലിയ സിറ്റിയാണ്, ആനയാണ്, ചേനയാണെന്ന്. ഏതായാലും കോളേജിന്റെ ഒരു ട്രീറ്റ് ഉണ്ട്, അത് അപ്പോൾ അവിടെ നിന്ന് ആക്കാന്ന് വെച്ചു. രാവിലെ തന്നെ ഇറങ്ങി. പണ്ടേ പൊങ്കലാണ് ഉണ്ടാവുക, അത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഏതായാലും പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചു. അപ്പം നല്ല പൂരിയും കറിയും ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് കഴിച്ചതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു ഈ പൂരി. ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് ബസ് സ്റ്റാൻഡിലോട്ടാണ്. ബസ് സ്റ്റാൻഡിലെ കാര്യം കോമഡിയാണ്. നാട്ടുകാർക്ക് തന്നെ അറിയില്ല എവിടേക്കാണ്, എങ്ങനെയാണ് ബസ് കാത്ത് നിൽക്കേണ്ടത്, എപ്പോഴാണ് ബസ് വരിക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മേലോട്ട് നോക്കി നിൽക്കും. ബാംഗ്ലൂർ പോലുള്ള വലിയ സിറ്റിയിലൊക്കെ ഇത് സാധാരണയാണ് നോക്കാം. ഈ നാട്ടിൽ ഇത് എന്താണെന്ന് എനിക്കറിയില്ല. ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇങ്ങോട്ട് നിന്നാൽ മതി, മറ്റേ ആൾ പറയും ഇപ്പുറത്ത് നിന്നാൽ മതി. എങ്ങനെയായാലും ഒടുവിൽ ബസ് സ്വയം കണ്ടുപിടിച്ച് കയറി. ദാറ്റ് മലയാളി കോൺഫിഡൻസ്. ഞാനിതുവരെ ട്രൈ ചെയ്യാത്തൊരു റൂട്ടാണിത്. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ വാഴ, പപ്പായ, പേരക്ക ഇതിൻ്റെയൊക്കെ കൃഷിയാണ്. ചോളമുണ്ട്. മൊത്തത്തിൽ കൊള്ളാം. പുറത്ത് പിന്നെ മൊട്ടക്കുന്ന് ആസ് യൂഷ്വൽ. പക്ഷെ ധർമ്മവരത്തേക്കാൾ വലിയ സിറ്റിയാണെന്ന് എനിക്ക് തോന്നി. കൊള്ളായിരുന്നു മൊത്തത്തിൽ. റോഡിന്റെ സൈഡിലായിട്ട് ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ടായിരുന്നു. വലിയ ഡിസ്കൗണ്ടും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്നത് പെണ്ണുങ്ങളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ സൈഡിലോട്ടായിരുന്നു കൂടുതൽ അവരുടെ അട്രാക്ഷൻ. ഒരുപാട് സാധനം ഇവരിങ്ങനെ എടുത്തു നോക്കും, പക്ഷെ ഒന്നും അവർ എടുക്കില്ല എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ നല്ല പോസ്റ്റ് ആയിരുന്നു.